സ്വർണ്ണക്കൊള്ളിയിൽ അറസ്റ്റിലായ PS പ്രശാന്ത് അധികാരത്തിനും പണത്തിനും വേണ്ടി ആർത്തിയോടെ ഓടി നടന്ന ചെറുപ്പക്കാരനാണ്. പിച്ചവെച്ച കാലം മുതൽ കോൺഗ്രസിൽ നിന്ന് പറ്റുന്നതെല്ലാം നേടിയെടുത്തു. പിന്നെ അവിടെ നിന്നും നേരെ CPM-ലെത്തി. ദേവസ്വം പ്രസിഡന്റായി അമ്പലം വിഴുങ്ങിയായതോടെ അഴിക്കുള്ളിലുമായി. CPM-ലെത്തിയത് തന്നെ കൈയിട്ടു വാരാൻ തക്ക പദവികൾ ലക്ഷ്യം വെച്ചാണ്. ഇപ്പോഴുള്ള ഏക ആശ്വാസം പ്രശാന്ത് ഇറങ്ങിപ്പോന്നപ്പോഴും അയ്യപ്പൻ അവിടെയുണ്ട് എന്നതാണ്. അധികാരവും പദവികളും പണത്തോടുള്ള ആർത്തിയുമായിരുന്നു ശബരിമല അയ്യപ്പന്റെ സ്വർണം കൊള്ളയടിച്ച കേസിൽ അറസ്റ്റിലായ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെ കുരുക്കിയതെന്നാണ് ആരോപണം. അക്ഷരാർത്ഥത്തിൽ അമ്പലം വിഴുങ്ങി എന്ന ദുഷ്പേര് സമ്പാദിച്ചതോടെ പ്രശാന്തിന് കഞ്ഞി വെച്ചു കൊടുത്ത ദേവസ്വം മന്ത്രി VN വാസവൻ പ്രശാന്ത് അറസ്റ്റിലായിട്ടും പ്രശാന്തിനെ ന്യായീകരിക്കുവാൻ തയ്യാറായില്ല. വാസവൻ വകുപ്പ് മന്ത്രി ആയിരുന്നപ്പോഴാണ് പ്രശാന്തിനെ പ്രസിഡന്റാക്കി അവരോധിച്ചത്. ദേവസ്വം ബോർഡിലെ നിസ്സാര കാര്യങ്ങൾക്ക് പോലും കൈക്കൂലിയും കമ്മീഷനും ആവശ്യപ്പെടുന്നതായിരുന്നു പ്രശാന്തിന്റെ ശൈലി എന്നാണ് കേട്ടറിവ്. കോൺഗ്രസിൽ പിച്ചവെച്ച കാലം മുതൽ പദവികളുടെ പിന്നാലെയായിരുന്നു പ്രശാന്തിന്റെ ഓട്ടം. അങ്ങനെയാണ് 33-ാം വയസ്സിൽ ഉമ്മൻചാണ്ടിയുടെ പിന്നാലെ നടന്ന് സംസ്ഥാന യുവജന ക്ഷേമ ബോർഡ് വൈസ് ചെയർമാൻ സ്ഥാനം നേടിയെടുത്തത്. അന്ന് CPM പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരെ ചേർത്തു നിർത്തി കമ്മീഷനിൽ കൂട്ടുകച്ചവടമായിരുന്നു പോലും പ്രശാന്തിന്റെ പരിപാടി. അന്ന് യൂത്ത് കോൺഗ്രസിലായിരുന്ന പ്രശാന്ത് പിന്നീട് A ഗ്രൂപ്പിന്റെ പേരിൽ ഉമ്മൻചാണ്ടിയെ പറഞ്ഞു പറ്റിച്ച് അടുത്ത പുനഃസംഘടനയിൽ KPCC സെക്രട്ടറി വരെയായി. അങ്ങനെ നിൽക്കുമ്പോഴായിരുന്നു 2016-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പ്. അന്ന് അദ്ദേഹം സീറ്റിനായി പരക്കം പാഞ്ഞെങ്കിലും ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ പോലും BJPയും കഴിഞ്ഞ് 4-ാം സ്ഥാനത്ത് പോകുമെന്നായിരുന്നു പാർട്ടിയുടെ വിലയിരുത്തൽ. അതുകൊണ്ടന്ന് സീറ്റും കിട്ടിയില്ല. അതോടെ ഉമ്മൻചാണ്ടിയോട് വഴക്കുണ്ടാക്കി UDF തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ മീഡിയ പ്രചരണ സമിതിയുടെ ചുമതല ചോദിച്ചു വാങ്ങി. കാരണം തെരഞ്ഞെടുപ്പ് കാലത്ത് അത്യാവശ്യം ഫണ്ട് വരുന്ന സമിതി ആയതിനാൽ കാര്യമായി അടിച്ചുമാറ്റാം എന്നതായിരുന്നു പ്രശാന്തിന്റെ ലക്ഷ്യം. അതങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്തു. പ്രശാന്തിന്റെ ആവശ്യം കഴിഞ്ഞ് സ്ഥാനാർത്ഥികൾക്കും പ്രചരണത്തിനും നൽകാൻ പണമില്ലാതെ വന്നതോടെ ചിലവുകളെല്ലാം പാർട്ടി വെട്ടിച്ചുരുക്കി. ആ ഫണ്ടും കയ്യിൽ വെച്ചാണ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതേ ഉമ്മൻചാണ്ടിയെ വീണ്ടും സ്വാധീനിച്ച് മത്സരിക്കാൻ നെടുമങ്ങാട് സീറ്റ് തരപ്പെടുത്തിയത്. എന്തായാലും വോട്ടെണ്ണൽ കഴിഞ്ഞപ്പോൾ പ്രശാന്തിന്റെ ജനപിന്തുണയുടെ ഗുണത്തിൽ എതിർ സ്ഥാനാർത്ഥി GR അനിൽ 20,000-ലേറെ വോട്ടുകൾക്കാണ് വിജയിച്ചത്. അതോടെ ഇനി കോൺഗ്രസിൽ നിന്നിട്ട് രക്ഷയില്ലെന്ന് പ്രശാന്തിന് മനസ്സിലായി. അങ്ങനെ യുവജന ക്ഷേമ ബോർഡിൽ ഒപ്പമുണ്ടായിരുന്ന മുഹമ്മദ് റിയാസിനെ കൂട്ടുപിടിച്ച് CPM-ലെത്തി. നന്നായി കൈയിട്ട് വാരാൻ പറ്റിയ ഒരു പദവിയായിരുന്നു അദ്ദേഹം ചോദിച്ചത്. പറ്റിയത് തന്നെ കിട്ടി, ദേവസ്വം ബോർഡ്. പിന്നെ സ്വർണ്ണപ്പാളിയായി ഭണ്ഡാരമായി അങ്ങനെ എന്തൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നറിയാൻ മറ്റൊരു SIT-യെ കൂടി ചുമതലപ്പെടുത്തേണ്ടി വരും. എന്തായാലും ഒരു കാര്യത്തിൽ മാത്രം പ്രശാന്തിനോട് അദ്ദേഹത്തെ അറിയുന്ന വിശ്വാസികൾക്ക് നന്ദിയുണ്ട്. സാക്ഷാൽ അയ്യപ്പൻ അവിടെ തന്നെയുണ്ട്. ഇനി അയ്യപ്പ വിഗ്രഹത്തിന്റെ ഭാരം അറിയണമെങ്കിൽ തൂക്കി നോക്കേണ്ടി വരും. ഇത്തരത്തിൽ പദവികളോടും അതുവഴിയുള്ള പണത്തോടും ആർത്തിമൂത്ത പ്രശാന്തിന്റെ പുതിയ പദവിയാണ് ജയിൽ പുള്ളി, അതും സർക്കാർ ചിലവിൽ തന്നെ. ന്യൂസ് ഡെസ്ക് 99 ന്യൂസ് തിരുവനന്തപുരം. ബ്രൈഡൽ ക്രാഫ്റ്റ്, ദ വെഡിംഗ് മോൾ, പാൻ ബസാർ, തിരൂർ.